നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന സലീമിനെ പറ്റിയിട്ടാണ്. ഈ സലീം എന്ന് പറയുന്ന ഇവർ ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഇവരുടെ പല വീഡിയോയും പല പ്രാവശ്യവും പല യൂട്യൂബ് ചാനലും അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കാതെ ഇരുന്നത് എന്താണെന്ന് അറിയോ? കാരണം ഇങ്ങനത്തെ ഈ പൊതു ശല്യത്തെ പറ്റിയിട്ടൊന്നും പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം പ്രതികരിച്ച് വെറുതെ നമ്മുടെ സമയം കളയുമെന്നല്ലാതെ ഇത് നേരാകാനൊന്നും പോകുന്നില്ല. കുറച്ച് കാലം മുമ്പ് ഇവർ കൃഷ്ണൻ്റെയോ കണ്ണൻ്റെയൊക്കെ പടം വരച്ച് അങ്ങനെ ഫേമസ് ആയി. അതിൽ കൂടെ ഇവർക്ക് കുറച്ചുള്ള വരുമാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ പിന്നെ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ അതിനെപ്പറ്റി എതിർപ്പൊന്നും അങ്ങനെ പറഞ്ഞില്ല. ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അവർക്ക് പിന്നെ ഒരു പരിഗണനയൊക്കെ കിട്ടിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം. എന്നാൽ ഇപ്പോൾ ഇവർ വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ അവിടെയൊക്കെ പോയിട്ട് പായസം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുക. ഒരു മുസ്ലിമായ സ്ത്രീ ഹിന്ദുക്കളുടെ അമ്പലത്തിലോട്ട് പായസം വീട്ടിലുണ്ടാക്കി പോവുക. ഇതെന്താണ്? ഈ ഹിന്ദു മതവിശ്വാസികളെ തീരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലേക്ക് വീട്ടിൽ നിന്ന് പായസം ഉണ്ടാക്കി പോയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ചെയ്യുന്നത് ശരിയാണോ? ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ഞാൻ. മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയുന്നില്ല. ഇതുപോലുള്ള ചില ജന്മങ്ങൾ ഉണ്ടെങ്കിൽ മുസ്ലിം മതത്തിന് തന്നെ അപമാനമാണ്. ഞാനൊന്ന് ആലോചിക്കുകയാണ്, ഇവരുടെ മാതാപിതാക്കൾ എന്ത് പാവം ചെയ്തിട്ടാണ് ഇവരെ പോലുള്ള ഒരു സ്ത്രീ ഇവർക്ക് ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലെ ആളുകൾ അവരെ അത്രയും വെറുക്കുകയാണ്. അതുപോലുള്ള പരിപാടികളൊക്കെയാണ് അവർ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇവരുടെ പേര് പല കംപ്ലൈൻറ്റും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നത്തിലും ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ലസിത പാലക്കൽ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലസിത പാലക്കൽ കുറേ കാലമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സജീവമായിട്ട് കാണുന്നില്ല. എന്തായാലും അവർ ഇതിനകത്ത് ഒരു വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഒന്നാമത്തെ സംശയം, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന, ഞങ്ങൾ ഒരു വെള്ളാട്ടം വന്നാലോ അല്ലെങ്കിൽ മുത്തപ്പൻ്റെ വെള്ളാട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുക. അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ പുറത്തുനിന്നാണ് അവർ പുതിയതായിട്ട് പ്ലേറ്റ്, പുതിയതായിട്ട് പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഇവളെങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെ? ഇവർ പറഞ്ഞ ശരി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രമാകുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലുള്ള വിശുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകളൊക്കെ കുളിച്ച് വൃത്തിയായിട്ടാണ് അവർ അമ്പലത്തിൽ കയറുന്നത്. കാരണം അത്രയും ഒരു ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ക്ഷേത്രമായാലും പള്ളി ആയാലും ചർച്ച ആയാലും അവരുടേതായ ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പം അതിൻ്റേതായ ചില വിശുദ്ധികളും ഒക്കെ അവിടെ കാണിക്കണം നമ്മൾ. അല്ലാതെ പോയിട്ട് ഈ ഏഞ്ഞ് കയറിയിട്ട് പായസം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ പായസം കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊടുക്കുന്നു. സാധാരണ അമ്പലത്തിലൊക്കെ വിശ്വാസികൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടാണ് പായസം കിട്ടുന്നത്. അത് വെറും പായസമല്ല, അവിടുത്തെ പ്രസാദമായിട്ടും ഒക്കെയാണ് അത് ഉണ്ടാക്കി തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെന്ത് കാര്യത്തിനാണ് ശരിക്കും ഈ ഹിന്ദു വിശ്വാസികളെ എല്ലാ ഹിന്ദു സഹോദരന്മാരെ ആ അമ്പലത്തെ അവിടുത്തെ മേൽശാന്തിയെയും പൂജാരിയൊക്കെ ഇവർ ശരിക്കും അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഇതിനു മുമ്പ് ഏതോ ഒരു സീരിയൽ നടിയോ ഒരു ആൽബത്തിൽ അഭിനയിക്കുന്ന നടിയോ ഏതോ ഒരുത്തി പോയിട്ട് അവിടെ പോയിട്ട് ഫോട്ടോസ് ഷൂട്ട് ചെയ്തെന്നോ പിന്നെ അതുപോലെ വീഡിയോ ചിത്രീകരിച്ചെന്നൊക്കെ പറഞ്ഞു ഈ റീൽസിന് വേണ്ടിയിട്ട്. അത് ശരിക്കും പരിശുദ്ധമായൊരു സ്ഥലമാണ് ഈ അമ്പലം എന്നൊക്കെ പറയാം. അമ്പലമായാലും പള്ളിയായാലും ഒക്കെ ചർച്ച ആയാലും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യത ഇതൊക്കെ ചെയ്യണം. എന്തായാലും ലക്ഷിത പാലക്കൽ അടുത്തത് എന്താണെന്ന് പറയുന്നത് നോക്കാം. പറയുന്നത് ഇമാതിരി ചെറ്റത്തര ഇനിയും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ സൈഡിൽ പോലും ഇതിനെ കാണാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? നീ ആൾക്കാരെ പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിന്റെ പേരിൽ കേസ് എന്തായാലും ഒരു പരാതി ഓൾറെഡി പോയിട്ടുണ്ട്. നീ ഇങ്ങനെ കോടതിനെ കബളിപ്പിച്ചും കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ആ പ്രഹസനം ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് നിർത്തിക്കളാം മോളെ. ഈ കണ്ണന് പായസം കൂടെ എൻ്റെ മക്കളുടെ ഒന്നാമത്തെ സംശയം,
വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന, ഞങ്ങൾ ഒരു വെള്ളാട്ടം വന്നാലോ അല്ലെങ്കിൽ മുത്തപ്പൻ്റെ വെള്ളാട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുക. അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ പുറത്തുനിന്നാണ് അവർ പുതിയതായിട്ട് പ്ലേറ്റ്, പുതിയതായിട്ട് പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഇവളെങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെ അതാണ് അത് അവരുടെ അഭിപ്രായം അതാണ്. കാരണം ഇവളൊക്കെ ശരിക്കും ഇതിൻ്റെ വിവരം ശരിക്കും അറിയണം. വെറുതെ ഒരു ക്ഷേത്രത്തിൻ്റെ പള്ളിയിലേക്ക് കയറിയിട്ട് ഇവർക്ക് എന്തിൻ്റെ കാര്യമാണ്, ഇവർക്ക് എന്തിൻ്റെ ഒരു കുത്തിക്കിഴപ്പാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവരുടെ കണ്ടന്റ് എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഈ അമ്പലത്തിലുള്ള മേൽശാന്തികളും അതുപോലുള്ള മറ്റുള്ള പൂജാരികളും ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളൊന്നും ഇത് കാണുന്നില്ല. അവർക്കൊന്നും ഇതൊരു പ്രശ്നവുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. ഗുരുവായൂർ അമ്പലത്തിലുള്ളത് ഗുരുവായൂർ അമ്പലത്തിലല്ലേ എവിടെ ആയാലും. കാരണം ഇവൾ ഏത് അമ്പലത്തിൽ ഇവൾ കയറും. കാരണം ഇങ്ങനെയുള്ള ആളുകളിൽ തടയാൻ പോലീസിനൊന്നും ഒരു ചങ്കുറപ്പോ അല്ലെങ്കിൽ ഇതെന്താ ഇവരുടെ പേരിലൊന്നും നടപടി എടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ല, വളരെ മോശമാണ് ഇതൊക്കെ. കാരണം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ പരിശുദ്ധമായ ഒരു ദേവാലയമാണ് അമ്പലം. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അവരുടേതായ പള്ളി, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട അവിടെയും പള്ളിയുണ്ട്. ഇതൊക്കെ ഇവരുടെ ആരാധനാലയങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട ഓരോ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും തെറ്റ് ആരുടെ ഭാഗത്തായാലും ഞാൻ പറയും, ന്യായം ആരുടെ ഭാഗത്തായാലും ഞാൻ പറയും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന ജാതിയിലെ സംസാരിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇവർ ചെയ്തത് വളരെ ചേറ്റത്തരമാണ്. ഇവർ പായസം ഉണ്ടാക്കി അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ്. അത് അവിടെ എനിക്കറിയത്തില്ല ഇവരെ ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ ബുദ്ധി അത്ര ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി പോലീസിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് പോട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ ലസിത പാലിക്കൽ പറയുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവർക്ക് എത്ര കംപ്ലൈൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വിടുമെന്നുള്ള ഉറപ്പാണല്ലോ. കാരണം ഇവർക്ക് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നിയമവും പോലീസൊക്കെ ഒരു പേടിയാണ്. ഇവൾക്ക് ഇപ്പോൾ ഇവളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവളെ ചിലപ്പോൾ വിടാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഇവിടെ ഈ കാണിക്കുന്ന കോപ്രായങ്ങളും പോക്രിത്രയങ്ങളും ഒക്കെ. ഇത് അംഗീകരിച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ലസിത പാലിക്കൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിന്നെ ഈ അമ്പലത്തിൻ്റെ 7 അയലത്ത് പോലും ആ പരിസരത്ത് പോലും കാണരുതെന്നാണ് പറയുന്നത്. എന്നാലും ഇവിടെ വരും. കാരണം ഇവൾക്ക് അപ്പനോ അമ്മയൊന്നും ഇല്ല. ഞാൻ അമ്മയുണ്ടോ അപ്പനില്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അവരൊക്കെ ചെയ്തതിൻ്റെ എന്ത് പാവത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ളൊരു സാധനമൊക്കെ ജനിച്ചതെന്ന് എനിക്കറിയത്തില്ല. തരക്കേട്ടിൽ ഇത് പറയാതിരിക്കാൻ പറ്റും. എനിക്ക് ഹിന്ദു സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലവരായ ഹിന്ദു സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നൊരു വർത്താനം എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരിയെന്ന് എനിക്ക് കൂടുതലും പറയാനില്ല. ബൈ, നിർത്തുവാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. കാരണം ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ഈ ജസ്ന സലീം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് 1 or 2 പ്രാവശ്യം കൊണ്ട് നിർത്തുന്നു ഞാൻ കരുതിയാണ്. പക്ഷേ ഇതിപ്പം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണിത്. മനസ്സിലായില്ലേ? ശരി എന്നാൽ ബൈ.